ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് തെങ്ങിൻ തൈ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. തെങ്ങിൻ തൈ നല്ല രീതിയിൽ വളർന്ന് നല്ല കായ്ഫലമൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി നമ്മൾ നല്ല വെയിലുള്ളിടത്ത് വേണം തെങ്ങിൻ തൈ നടാൻ. അല്ലാതെ വലിയ മരങ്ങളുടെ ചുവട്ടിലൊന്നും ചോലയിലൊന്നും കൊണ്ട് നട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ കുഴിയെടുക്കുന്നത് 1 മീറ്റർ വീതി 1 മീറ്റർ നീളം. കുഴിയുടെ ആഴം നോക്കുകയാണെങ്കിൽ നനവുള്ള ഇളക്കമുള്ള മണ്ണാണ്. വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു 60 സെൻറ്റിമീറ്റർ ആഴം മതി. അല്ലെങ്കിൽ 1 മീറ്റർ അതിൽ കൂടുതൽ ആഴം നോക്കാം, ഉറച്ച മണ്ണൊക്കെ ആണെങ്കിൽ. പിന്നെ നമ്മൾ വളങ്ങളായി ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ നോക്കണം. അതിൽ നമുക്ക് കുമ്മായം കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് ചാരം, വെണ്ണീര് ചേർത്ത് കൊടുക്കാം. ജൈവവളമായിട്ട് ഒരു ചട്ടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തൈ നടുന്നതിന് ചുറ്റുമായിട്ട് ചകിരിത്തൊണ്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചകിരിത്തൊണ്ടിൽ നമ്മൾ നനയ്ക്കുമ്പോൾ വെള്ളം നിലനിൽക്കും. അത് തെങ്ങിന് എപ്പോഴും ഒരു കുളിർമ വെള്ളം അവിടെ ഉണ്ടാവും. പറ്റുകയാണെങ്കിൽ ചകിരിത്തൊണ്ടിന് താഴെയായിട്ട് ചിരട്ടയും മലർത്തി വെക്കുന്നത് നല്ലതാണ്. ചിരട്ടയിലും വെള്ളം ശേഖരിച്ച് വെക്കുന്നതൊക്കെ ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമാവും. ഇനി നമുക്ക് ഉണങ്ങിയ ഇലകൾ, കുറച്ച് ചവറുകൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ദ്രവിച്ചതാണ് വളരെ നല്ലത്. നനവ് അവിടെ നിലനിർത്താനും പിന്നെ പെട്ടെന്ന് തന്നെ വളമായി മാറാനും സഹായിക്കും. ഞാനിവിടെ ചാണകപ്പൊടിക്ക് പകരം കോക്കനട്ട് മിക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വളത്തിൻ്റെ പീടികയിൽ നിന്ന് കോക്കനട്ട് മിക്സർ എന്ന വളം വാങ്ങിയതാണ്. ചാണകപ്പൊടി കിട്ടാത്തതുകൊണ്ട് തൽക്കാലം കോക്കനട്ട് മിക്സർ വാങ്ങിയാണ്. അതിനുശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന തൈ ഇതാണ്. ഇത് കവറ് പൊളിച്ച്, ഗ്രോ ബാഗ് പൊളിച്ച് ചകിരി കൊണ്ട് വെച്ചതിൻ്റെ നടുക്കായിട്ട് സെൻട്രലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കും. വേരുകളൊക്കെ വേണമെച്ചാൽ പുറത്തേക്കുന്ന വേരുകളൊക്കെ മുറിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് പുതിയ വേരുകൾ കിളിർത്തുണ്ടായിക്കോളും. പിന്നെ നമ്മൾ തൈ നടുമ്പോൾ മഴക്കാലത്ത് മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നടുന്നതാണ് നല്ലത്. പിന്നെ കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ മഴക്കാലം കുറഞ്ഞ ശേഷം സെപ്റ്റംബറിൽ അതിന് ശേഷമൊക്കെ ആയിട്ട് നടാം. പക്ഷെ നല്ല നനച്ചു കൊടുക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം. മഴക്കാലത്താണ് തൈ വെക്കുന്നതെങ്കിൽ വെള്ളം കെട്ടി നിന്ന് കൂമ്പ് ചീഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് നല്ല വളക്കൂറുള്ള മേൽമണ്ണ് കുറച്ച് ചുറ്റും ഇട്ട് കൊടുക്കാം. തെങ്ങിൻ തൈൻ്റെ കൂമ്പിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ കൂമ്പിലായാൽ വെള്ളം നനച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടിയെന്ന് ചീഞ്ഞു പോകും. അവസാനമായി നമുക്ക് വളമായിട്ട് കുറച്ച് പച്ചില വെള്ളം, കുറച്ച് തോലിട്ട് കൊടുക്കാം. സീമക്കൊന്നയുടെ തോലുണ്ട് വെച്ചാൽ അത് ബെസ്റ്റ് വളമാണ്. അതിനുശേഷം നമുക്ക് നല്ല വളക്കൂറുള്ള മേൽമണ്ണ് ഇലകൾക്ക് മുകളിലായിട്ട് കുറച്ചൊന്ന് തട്ടി കൊടുക്കാവുന്നതാണ്. ഇതിൽ നനച്ചു കൊടുത്താൽ നല്ല നനവും കുളിർമയും അവിടെ നിലനിൽക്കും. പുതിയ തൈ നട്ടാൽ പിടിച്ചു വരുന്നവരെ ഡെയിലി നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വേനൽക്കാലത്ത് തൈക്ക് നനച്ചു കൊടുത്തില്ലെങ്കിൽ ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. തെങ്ങിനായാലും നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് തെങ്ങിന് വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ജൈവവളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചാണകമോ എല്ലുപൊടി അതുപോലെ പച്ചില വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തെങ്ങിന് ചുറ്റുമായി വലുപ്പത്തിൽ തടം തുറന്ന് അതിൽ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ പച്ചില വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂടാവുന്നതാണ്. വലിയ തെങ്ങുകൾക്കൊക്കെ 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ തന്നെ മതി. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ കോമ്പൗണ്ടിൽ ഇൻഫ്ലോക്ക് ഇട്ട് കൊടുത്തുള്ള ഒരു തെങ്ങാണ്. അതിന് വളപ്രയോഗമൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിൽ തേങ്ങ ഉണ്ടാകുന്നില്ല. മുച്ചിങ്ങയൊന്നും പിടിക്കാതെ മുച്ചിങ്ങയൊക്കെ പൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിന് വളം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജൈവവളം ഇട്ടിട്ട് എനിക്ക് തോലും പച്ചില വളമൊന്നും ഇട്ട് മൂടാനൊന്നുള്ള സൗകര്യമില്ല. വലുതായി തടം തുറക്കാനോ തോലിട്ട് മൂടാനോ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് കോക്കനട്ട് മിക്സർ ഇട്ട് മൂടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെയുള്ള ബേബി ചില്ലി കുറച്ചെടുത്ത് മാറ്റിയിട്ട് അവിടെ കുറച്ച് വളമായിട്ട് കോക്കനട്ട് മിക്സർ വാങ്ങിയതാണ്. വളത്തിൻ്റെ പീടികയിൽ നിന്ന് കുറച്ച് കോക്കനട്ട് മിക്സർ വാങ്ങിയതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് മച്ചിങ്ങ പിടിക്കുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ബോറോൺ, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ കുറവ് കൊണ്ടും മച്ചിങ്ങ പൊഴിച്ചിലുണ്ടാകാം. അപ്പോൾ ഈ കോക്കനട്ട് മിക്സർ കൊണ്ട് റെഡിയാവുന്നില്ലെങ്കിൽ ഈ വളങ്ങൾ സെപ്പറേറ്റ് വാങ്ങി ചെയ്ത് നോക്കണം. തടം എടുക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ കുറച്ച് പച്ചില വളം അതുപോലെ എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മണ്ണിൻ്റെ അമ്ലരസം ഒഴിവാക്കാൻ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഏതായാലും തെങ്ങിൽ തേങ്ങയൊക്കെ പിടിച്ചാൽ ഞാനിതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കാനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.